ആവുന്ന കണ്ടുകൂടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പം വീഡിയോ ചെയ്ത് വൈറലായി സിനിമയിൽ നിന്നും കുറെ നടീനടന്മാരൊക്കെ കാണാനൊക്കെ വന്നായിരുന്നു. അപ്പൊ ഈ ആൾക്കാർ വരുമ്പോഴത്തേക്കും പുറത്തുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇവർക്ക് വരണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന ആളായത് കൊണ്ട് നമ്മളെ കാണാൻ വന്ന ആളായത് കൊണ്ട് ഇവർക്ക് വരാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്നിട്ട് ദൂരെ നിന്നൊക്കെ നോക്കി കാണും. പിന്നെ നമ്മുടെ വളർച്ചയിൽ ഇവർക്ക് ശരിക്കും പറഞ്ഞ ഒരു അസൂയ ഉണ്ട്. അത് കാരണം ഇപ്പൊ ചിലരൊക്കെ നോക്കി അന്ന് കളിയാക്കിയ ആൾക്കാരൊന്നും മുഖത്തോട് മുഖം നോക്കിയാൽ ചിലപ്പോ ഒന്നും മിണ്ടാതെ പോകും, ചിലപ്പോ കാണാത്ത പോലെയൊക്കെ പോകും. അങ്ങനെ എന്നാലും നമ്മൾ കുഴപ്പമില്ല, അവരുടെ മേളിലായല്ലോ ആ ഒരു ചിന്തയിലൊരു എന്തൊരു മനുഷ്യന്മാരല്ലേ. അതിപ്പോ എവിടെയാണെങ്കിലും ഉണ്ടാവില്ലേ. അതായത് എന്താ പറയാ, നമ്മളൊന്ന് നന്നായാലും കുഴപ്പമാണ്, നമ്മള് നന്നാവാണ്ടിരുന്നാലും ഗതി പിടിക്കാണ്ടിരുന്നാലും കുഴപ്പമാണ്. ഏറ്റവും സന്തോഷം അതാണ്, ഗതി പിടിക്കാതിരിക്കണം കൂടുതൽ സന്തോഷം തോന്നുന്നത്. ഇതിപ്പോ ഗതി പിടിച്ചതായിരിക്കും പ്രശ്നം. അന്ന് അവരൊക്കെ കുറ്റം പറഞ്ഞ ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് ഏൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോ എന്താ പറയാ, നമുക്ക് പാഷൻ ഫോളോ ചെയ്യാന്നുള്ളത് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് അതിന്റെ പിറകെ പോകാന്നുള്ളത്. പക്ഷെ നമ്മുടെ പാഷനിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കാന്നുള്ളത്, ആ ഇൻകം ഇല്ലാത്ത പാഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊന്നും തരില്ല എന്നുള്ളതാണ്. സോ എവിടെ തൊട്ടാ നമ്മളിത് ഇൻകം, ഇതൊരു ഏണിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പൊ എങ്ങനെ പോകുന്നു മൊത്തത്തില്? ഏണിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബീറ്റിലാണ് എല്ലാത്തിനും ഒരു തുടക്കം. എനിക്കൊരു ഐഡന്റിറ്റി തന്ന ബീറ്റിലാണ്.